ഹലോ, നമസ്കാരം. ഇന്നലെ ഒരു ഫംഗ്ഷന് ഞാൻ പോയിരുന്നു. അവിടെ ഒരു IAS അധികാരിയെ ചീഫ് ഗസ്റ്റ് ആയിട്ടും വിളിച്ചിരുന്നു. അതൊരു മോട്ടിവേഷൻ്റെ ഒരു ക്ലാസ്സിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഇനോഗ്രേഷനാണ് വാസ്തവത്തിൽ. ഏകദേശം ഒരു 300 പേര് വന്നിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റാർ ഹോട്ടലിലായിരുന്നു. ഞാൻ ഒരു 15 നിമിഷം മുമ്പ് പോയി അവിടെ എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ കണ്ട് സംസാരിച്ച് ചായ കുടിച്ചിരിക്കുന്ന സമയത്ത് 2-3 പേര് സാർ നിങ്ങൾ ഉള്ളിൽ വന്നിട്ട് വേഗം നിങ്ങൾ ഉള്ളിൽ കയറിയിരിക്കുമോ? നമ്മൾ എന്തിനാണ് എന്താ മെല്ലെ പോയിരിക്കാനോ? അല്ലല്ല സാർ, ഈ പ്രോഗ്രാം 6:30 സാർ. 6:31 ഇത് ഡോർ ലോക്ക് ചെയ്യും സാർ. അത് കഴിഞ്ഞാൽ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് റെസ്റ്റ് റൂം അല്ലാണ്ട് പുറത്ത് പോകാൻ പറ്റില്ല സാർ. എമർജൻസി സെറ്റിംഗ് മാത്രം പോകാം സാർ. പുറത്തുനിന്ന് ആര് വന്നാലും ഉള്ളിൽ കയറാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, സുരേഷ്, ആ ചീഫ് ഗസ്റ്റ് എനിക്കറിയാം, IAS ഓഫീസർ എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറാണ്, എനിക്കറിയാം. ഞാൻ പുള്ളിക്കാരൊന്ന് ഹലോ പറയാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഈ പ്രോഗ്രാമിൻ്റെ മെയിൻ കോർഡിനേറ്റർ പറയാം, ചീഫ് ഗസ്റ്റ് ആയാലും ഞങ്ങൾ ഉള്ളിൽ കയറ്റില്ല. നമ്മൾ എന്താ പറയുക, ചീഫ് ഗസ്റ്റിന് എങ്ങനെ പ്രോഗ്രാം തുടങ്ങുക? അല്ല സാർ, ഞങ്ങൾ സമയത്തിന് വളരെ മുഖ്യത്വം കൊടുക്കുന്ന ആൾക്കാരാണ്. ചീഫ് ഗസ്റ്റ് അല്ല, ആര് വന്നില്ലെങ്കിലും പ്രോഗ്രാം 6:30 തുടങ്ങും സാർ. മാക്സിമം 6:30 വാതിൽ ഞങ്ങൾ ആരോടും പറയാണ് ഒരു നിമിഷം ഞങ്ങൾ കൊടുക്കും സാർ. 6:31 ഞാൻ ഡോർ ലോക്ക് ചെയ്യും സാർ. പിന്നെ ആർക്കും ഉള്ളിലേക്ക് പ്രവേശനമില്ല. ഞാൻ ആദ്യ കാലത്ത് ഇപ്പം തമാശ പറയായിരിക്കുന്നു. പെട്ടെന്ന് ഞങ്ങളെല്ലാം ഉള്ളിൽ പോയി അവിടെ ഇരുന്നു. ഏകദേശം ഒരു 90% ഓക്യുപ്പൻസി ഉണ്ടായിരുന്നു. 10% ആൾക്കാർ വന്നിട്ടില്ല. അവരതിനെപ്പറ്റി വിഷമമില്ല. എല്ലാവരും മുമ്പിലിരിക്കും, മെല്ലെ ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങളെല്ലായിരുന്നു. ഞങ്ങൾക്കൊരു വെൽക്കം ഡ്രിങ്ക് കോഫി ഒരിക്കൽ കൂടി ഞങ്ങൾ നല്ല കോഫി ഒക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുന്നു. പെട്ടെന്ന് എന്തോ പുറത്തെന്തോ അസുഖം നടക്കുമായിരുന്നു തോന്നി. എന്താ നോക്കിയപ്പോൾ ഈ ചീഫ് ഗസ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷെ വളരെ റെസ്പെക്ട്ഫുള്ളായിട്ട് അവർ പറഞ്ഞു, നിങ്ങൾക്ക് എൻട്രി ഡിനൈ ചെയ്തു വന്നു. അദ്ദേഹം ചോദിക്കുന്നു, ഞാൻ ചീഫ് ഗസ്റ്റാണോ, എന്താ ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ ആളെ വിളിക്കുന്നു. അപ്പോഴേക്കും ഈ മോട്ടിവേഷൻ സ്പീക്കർ, ഈ പ്രോഗ്രാം എന്തോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിൻ്റെ ഒരു ഇനോഗ്രേഷനാണ് വാസ്തവത്തിൽ. അയാളൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്. ഇപ്പോൾ ഈ IAS ട്രെയിനിങ് പിന്നെ എന്തൊക്കെയോ ട്രെയിനിങ് കൊടുക്കുന്ന വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാനായിട്ടുള്ള പ്ലാനാണ് തമിഴ്നാട്ടിൽ 2-3 സ്ഥലത്ത്. അപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞു, സാർ സോറി സാർ, ഞങ്ങൾക്ക് പ്രോഗ്രാമിൻ്റെ സമയമായി, ഞങ്ങൾ ലേറ്റായിട്ട് വന്നു, അതുകൊണ്ട് ഞങ്ങൾ ഡിനൈ ചെയ്യുകയാണ്. സമയം ഞങ്ങൾ അതിൽ ഇനിയൊരു കാര്യം, ഇൻവിറ്റേഷൻ 6:31 ഇട്ടുണ്ടായിരുന്നു. സോറി, അപ്പോഴെനിക്ക് ഓർമ്മ വരുന്നത് 6:30. എപ്പോഴും ഞാൻ വിചാരിച്ചത് വല്ല ടൈപ്പിംഗ് എറർ ആയിരിക്കുന്നു. 6:31 ടൈം സാർ, ഞങ്ങൾ ലേറ്റായിട്ട് വന്നു, ഞങ്ങൾക്ക് പ്രോഗ്രാം തുടങ്ങണം സാർ എന്ന് പറഞ്ഞ് അയാൾ 6:40 ഞങ്ങൾ ഈ സംസാരിക്കുന്ന ആളും അയാളുടെ അസിസ്റ്റൻറ്റും കണ്ടാണ്. മെയിൻ സ്പീക്കർ അവിടേക്ക് വന്നതില്ല. അയാൾ പ്രോഗ്രാം തുടങ്ങി, എല്ലാം റെഡിയായി സ്റ്റാർട്ടായി. 6:31 പ്രോഗ്രാം സ്റ്റാർട്ടായി. ബാക്കിയുള്ള ആൾക്കാരൊന്നും ഇവരെ അലോ ചെയ്തില്ല. പറഞ്ഞു വന്ന് ഇൻ ഷോർട്ട്, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞത് എനിക്കറിയില്ല. അതായത് പ്രോഗ്രാം 6:31 6:31 ഷാർപ്പായിട്ട് തുടങ്ങി. ലേറ്റായിട്ട് വന്നത് ചീഫ് ഗസ്റ്റ് ആയാലും അവർ ഉള്ളിൽ അലോ ചെയ്തില്ല. ബാക്കിയുള്ള ആൾക്കാരെയും അവർ അലോ ചെയ്തില്ല. ഇതിലെന്താ ഞാൻ ചോദിച്ചത്, അരഗൻസ് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരു സ്ത്രീ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. ആ സ്ത്രീ പറഞ്ഞു, എങ്ങനെയാണ് അരഗൻസ് ആകുക സാർ? അവരുടെ സമയത്തിന് നമ്മൾ റെസ്പെക്റ്റ് കൊടുത്തില്ലെങ്കിൽ അവരുടെ പ്രോഗ്രാമിനെ നമ്മൾ എങ്ങനെയാണ് റെസ്പെക്റ്റ് കൊടുക്കുക? സോ നമ്മൾ ഒരു സ്ഥലത്ത് 10 മണിക്ക് പോകുമെന്ന് പറയുമ്പോൾ നമ്മൾ 9:45 9:55 അവിടെ വേഗം ചെല്ലുന്നത് വന്ന് നമ്മുടെ കാര്യമാകാൻ മാത്രമല്ല, നമ്മൾ വിളിച്ച ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ ആരെ കാണാൻ പോകുന്നു, ഒരു സമയം ഫിക്സ് ചെയ്ത ആൾക്കാർക്ക് അവർക്ക് കൊടുക്കുന്നൊരു ബഹുമാനമായിട്ടാണ് കാണുന്നത്. സോ പങ്ക്ച്വാലിറ്റി അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ നമ്മുടെ എല്ലാ പ്രോഗ്രാമും സമയത്തിന് നമ്മൾ തുടങ്ങുന്നുണ്ട്, സമയത്തിന് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലതാണ് ഈ പങ്ക്ച്വാലിറ്റികൾ. നമുക്ക് ആർക്കെങ്കിലും, ഞാനടക്കം ചില സ്ഥലങ്ങളിൽ പങ്ക്ച്വാലിറ്റി ഇല്ലെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ പറയുമ്പോൾ എനിക്കൊരു ക്യാരക്ടറെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പങ്ക്ച്വൽ പ്രസാദ് എന്നാണ് അവൻ്റെ പേര്. ഇവനൊരു പ്രിൻ്ററാണ്. അപ്പോൾ ആരോ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഓഫീസിലേക്ക് പ്രിൻറ്റിങ് പറഞ്ഞ് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നെ കാണാമോ, എല്ലാം മിടുക്കനായിട്ടൊരു പയ്യൻ. അപ്പോൾ അവന് വിസിറ്റിംഗ് കാർഡിലൊക്കെ നല്ല ഭംഗിയായിട്ടും പ്രിൻ്ററാണല്ലോ, അപ്പോൾ നല്ല കാർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പങ്ക്ച്വൽ പ്രസാദ് എന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ അടുത്തിരുത്തി ചോദിച്ചത്, എന്താ നിൻ്റെ പേര് ഇങ്ങനെ പങ്ക്ച്വൽ പ്രസാദ്? അതിൻ്റെ പേരിൽ വലിയ കഥയുണ്ടെന്ന് പറഞ്ഞു. എന്താണോ വലിയ കഥ പറയുമെന്ന് ചോദിച്ചു. അപ്പോൾ പറയായിരുന്നു, സാർ എനിക്ക് പേരിട്ടത് ആരാണെന്നറിയോ സാർ? ആരാണ്? സിൻസിയർ പത്മനാഭൻ. ഇതെന്താ ഇങ്ങനെയൊക്കെ പേര്? ഇല്ല സാർ, ഞാനൊരു സ്ഥലത്ത് ജോലിക്ക് പോയി, അപ്പോൾ അവിടെ ഒരാൾ, ആ ബോസിൻ്റെ പേര് സിൻസിയർ പത്മനാഭൻ എന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സിൻസിയർ ആയിരുന്നില്ല.
എല്ലാത്തിലും ഒരു സിൻസിയറിറ്റി അയാൾക്ക് കുറവായിരുന്നു. അപ്പോൾ അയാൾ തന്നെ അയാളുടെ പേര് സിൻസിയർ എന്നിട്ടാൽ അയാൾ സിൻസിയറായിട്ട് ഇല്ലെങ്കിൽ ആൾക്കാർ നീ എന്താ സിൻസിയർ എന്ന് പേരിട്ടിട്ട് നിനക്ക് എന്താ ഒരു സിൻസിയറിറ്റി ഇല്ലാതെ അങ്ങനെ ചീത്ത കൊള്ളില്ലേ, അത് ഭയന്നിട്ട് അയാൾ സിൻസിയറായിട്ടിരുന്നു. അപ്പോൾ ഇവൻ എപ്പോഴും ദിവസം ഓഫീസിലേക്ക് ലേറ്റായിട്ടാണ് പോവുക, ഒന്നും സമയത്ത് ഒന്നും ചെയ്യില്ല. 4 മണി മീറ്റിംഗ് ആണെങ്കിൽ 5 മണിക്ക് പോകും, 9 മണി ഓഫീസിന് 9 മണിക്ക് ഉറങ്ങി എണീക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവനും വിചാരിച്ച് നമ്മുടെ പേര് മാറ്റാം. ആദ്യം പിന്നെ ബോസിനോട് പോയിട്ട് എൻ്റെ പേരും മാറ്റിത്തരും. അപ്പോൾ ഞാൻ സമയത്ത് നിൻ്റെ പേര് എന്താ, നിൻ്റെ പേര് ഫുൾ നെയിം അതാണെന്നൊക്കെ ചോദിച്ച് ന്യൂമറോളജിയൊക്കെ അറിയാമല്ലോ. എന്നിട്ട് മാറ്റിയിട്ട് പങ്ക്ച്വൽ പ്രസാദ് നട്ടു. ഇത് മാറ്റിയ പിന്നെ ഇവൻ എവിടെയെങ്കിലും ലേറ്റായിട്ട് പോയാൽ എന്താടോ തൻ്റെ പേര് തന്നെ പങ്ക്ച്വൽ പ്രസാദ് ഇട്ടിട്ടുണ്ട്, പിന്നെ എന്തിനാടോ താൻ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ പേരിനെങ്കിലും തന്നെ പേരിന് മുമ്പിട്ട് ആ വാക്കിനെങ്കിലും നിങ്ങൾ ബഹുമാനം കൊടുക്കണ്ടേ. 9 മണിക്ക് അപ്പോയിൻമെൻറ്റ് തന്നിട്ട് താൻ എന്തോ 10 മണിക്ക് വരുന്നത്, അങ്ങനെ ചീത്ത കൊണ്ട് ഇവൻ ഏതൊരു പ്രോഗ്രാമിനും 10 നിമിഷം 15 നിമിഷം മുമ്പിലും അവൻ പോകും. ഞങ്ങൾക്ക് പങ്ക്ച്വൽ എപ്പോഴും ഞാൻ മൊബൈലിലൊക്കെ പങ്ക്ച്വൽ നട്ടിട്ടില്ല. നല്ലൊരു പിന്നാണ് ഇപ്പോൾ അടുത്ത കാലത്തൊരു വീടൊക്കെ കെട്ടി അങ്ങനെ നല്ല സുഭിക്ഷമായി സന്തോഷമായി ജീവിക്കുന്നു. അപ്പം ഞാൻ സാധാരണ ഈ വെള്ളക്കാർ കളിയാക്കി പറയും, ഒരു ഏറ്റവും എന്താണ് ഒരു ജർമ്മൻ പൊതുവെ പറയുന്നതാണ് കേട്ടോ, ഒരു ജർമ്മനൊക്കെ ഒരു ഹാഫ് ആൻ അവർ ഏർലി ആയിട്ട് ഒരു പ്രോഗ്രാമിലേക്ക് വരുന്നത്. Is always half an hour early. Germans are always half an hour early. English people are 20 minutes early. Italy and Spain people will be coming on time. And Indians, nobody can guess at what time he will come. Okay, thank you.